കഴിഞ്ഞ ദിവസം ശിശുദിനമായിരുന്നു. ശിശുദിനത്തിൽ കുട്ടികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ചാച്ചാ നെഹ്റു പോലും കണ്ടാൽ സഹിക്കാത്ത ഒരു ദൃശ്യത്തിന് നെയ്യാറ്റിൻകര നഗരസഭ സാക്ഷിയായി. പെരുമഴയത്ത് നെയ്യാറ്റിൻകര നഗരസഭയുടെ നേതൃത്വത്തിൽ ശിശുദിന റാലി സംഘടിപ്പിച്ചു. എന്തായാലും ഇങ്ങനെ ശിശുദിന റാലി പെരുമഴയത്ത് സംഘടിപ്പിച്ചതിനെതിരെ ഇപ്പോൾ പ്രതിഷേധമുയരുകയാണ്. നെയ്യാറ്റിൻകര SN ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച റാലി ബോയ്സ് സ്കൂൾ വരെയാണ് നടന്നത്. ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ മഴയത്താണ് റാലി സംഘടിപ്പിച്ചത്. കുട്ടികൾ ആ മഴയത്തും ഇടിമിന്നലിലും നനഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നഗരസഭയുടെ കീഴിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥിനികളെയാണ് ശിശുദിന റാലിയിൽ പങ്കെടുപ്പിച്ചത്. 3 മണിക്കാണ് ശിശുദിന റാലി സംഘടിപ്പിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മഴ ഉണ്ടായാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മഴ ഉണ്ടായതാണ് എന്ന് പറയാം. മഴ മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കുട്ടികളെ ആ മഴയത്തൂടെ നടത്തിക്കാതെ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാമായിരുന്നു. ഒരുപക്ഷെ അല്ലെങ്കിൽ ആ റാലി നിർത്തിവെക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിരുന്നില്ല. ആ റാലി കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ് ചെയ്തത്. കുട്ടികൾ മഴയത്ത് നനഞ്ഞു പോവുകയാണ് ചെയ്തത്. പക്ഷെ ആരും അതിനെതിരെ പാടില്ല എന്നോ അല്ലെങ്കിൽ അത് വേണ്ട എന്നോ വേണ്ടാന്ന് വെക്കാമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ശിശുദിനം എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെയധികം ഇഷ്ടമുള്ള ആ ഒരു കാരണത്താൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി കാലാകാലങ്ങളായി ആചരിച്ചു പോരുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ അത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ളതാകരുത് എന്നത് തന്നെയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കുട്ടികളെ എത്രയും മനോഹരമായി നമുക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരെ ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ ബുദ്ധിമുട്ടിച്ച് ഇത്തരത്തിലുള്ള റാലിയിൽ പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ ഈ ശിശുദിനത്തിൻ്റെ അവബോധം അവരിൽ വളർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു നടപടിയല്ല. അതുകൊണ്ട് തന്നെ ഈ ശിശുദിന റാലി സംഘടിപ്പിച്ചവർക്കെതിരെ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. ഒന്നാമത് നമ്മൾ കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കുമ്പോൾ വെയിലത്ത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ മഴയത്ത് നിർത്തുമ്പോൾ ഭയാനകമായ സാഹചര്യമായ ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇത്തരം ഈ ഒരു കാലാവസ്ഥ മാറ്റമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും ഈ ഇടിമിന്നലുള്ള സമയത്ത് എത്രത്തോളം സുരക്ഷിതമാണെന്നൊന്നും അവകാശപ്പെടാൻ സാധിക്കുകയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടികളെ ഇത്തരത്തിൽ നടത്തിച്ച് മഴയത്തൂടെ കൊണ്ടുപോയത്. പിന്നെ മഴ നനയുക എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്കൊക്കെ കുറച്ച് കൂടുതൽ കെയർ കൊടുക്കുന്ന ആൾക്കാരാണ്. മഴ നനഞ്ഞാൽ അസുഖങ്ങളുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് തന്നെ കുട്ടികളെ വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു ശിശുദിന റാലി ആയിപ്പോയി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്, അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഈ ശിശുദിന റാലി സംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചവർ തന്നെ ആ റാലി അവിടെ നിർത്തിവെപ്പിക്കാനുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ടായിരുന്നു. കൂട്ടത്തിൽ എന്തായാലും ഈ സ്കൂളിലെ കുട്ടികളാകുമ്പോൾ ടീച്ചേഴ്സ് കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മുതിർന്നവരും ഇക്കൂട്ടത്തിൽ നനഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. എന്ത് ഒരു അടിസ്ഥാനത്തിലാണ് അവർ അത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നറിയില്ല. എന്തൊക്കെയായാലും ഇക്കഴിഞ്ഞ ശിശുദിന റാലി എന്ന് പറയുന്നത് നഗരസഭയിൽ വളരെ വലിയ ഒരു കാഴ്ചയാണ് ഉണ്ടായത്. ഒരു ശിശുദിന റാലി സംഘടിപ്പിച്ചില്ല എന്ന് വെച്ച് ഒന്നും നഷ്ടപ്പെടുമായിരുന്നില്ല. ആരുടെ വാശിപ്പുറത്താണ് അല്ലെങ്കിൽ ഇത് നടത്തണം എന്നുള്ള ഒരു നിർബന്ധമാണ് ഇതിൻ്റെ പിന്നിൽ, ഇത്തരമൊരു തീരുമാനം നിർത്തിവെക്കാതെ മുന്നോട്ട് പോയതിൻ്റെ പിന്നിൽ ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ അറിയാത്ത സംഗതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.